ഹലോ പാർട്ണർ പ്രോഗ്രാം എന്താണെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുതരാം. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ, അതായത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ, കേവലം 10,000 രൂപ മുതലുള്ള ചെറിയ സംഖ്യക്ക് നിങ്ങൾക്ക് യാത്രാമേ ട്രാവൽ സൊല്യൂഷൻസ് LLPയുടെ ഓഹരികൾ നൽകും. എന്നിട്ട് നിങ്ങൾ പുതിയ കമ്പനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളെ സഹപ്രവർത്തകർ, നിങ്ങളുടെ കുടുംബങ്ങൾ തുടങ്ങിയവരിൽ നിന്നുള്ള എയർ ടിക്കറ്റ്, വിസിറ്റിംഗ് വിസ, ടൂർ പാക്കേജ്, ഹോട്ടൽ റിസോർട്ട് ബുക്കിംഗ്, ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ തുടങ്ങിയ ട്രാവൽ ഏജൻസി സേവനങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ റെഫർ ചെയ്യാം. സ്വാഭാവികമായിട്ടും നിങ്ങൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ആളുകൾക്ക് പറയില്ലേ, ആ ഒരു പറച്ചിൽ ആവശ്യമുള്ളൂ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റെഫറൻസ് ഉണ്ടല്ലോ, എൻക്വയറീസ് ഉണ്ടല്ലോ, അത് നമ്മളെ ഓഫീസുമായി പങ്കുവെക്കുക. ആ ബിസിനസ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന പക്ഷം അതിന് എന്താണോ അതിൻ്റെ ഒരു കമ്മീഷൻ, അതല്ലെങ്കിൽ അതിൻ്റെ 100% ലാഭം, ഒരു ടിക്കറ്റ് സെല് ചെയ്ത എയർലൈൻ ഒരു കമ്മീഷൻ തരുമല്ലോ, അതല്ലാതെ ടിക്കറ്റിന്റെ പുറത്ത് നമ്മൾ എക്സ്ട്രാ ചാർജ് ഇട്ടിട്ട് കൊടുക്കല്ല. ഒരു ഹോട്ടൽ ബുക്ക് ചെയ്താൽ, ഒരു റിസോർട്ട് ബുക്ക് ചെയ്താൽ അവരൊരു കമ്മീഷൻ തരികയാണ് ചെയ്യുക. അത് അല്ലാതെ അവരുടെ ചാർജിന് പുറമെ നമ്മളൊരു സർവീസ് ചാർജ് ഈടാക്കി കൊടുക്കുകയല്ല ചെയ്യാം. അതേപോലെ തന്നെയാണ് ട്രാവൽ ഏജൻസിയിലെ മിക്ക സർവീസുകളും. ഗവൺമെന്റ് ഫീസ് വാങ്ങി ചെയ്യുന്നത് നമ്മൾ വിസിറ്റിംഗ് വിസ, ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളാണ്. അതിന് മാത്രമേ നമുക്കൊരു എക്സ്ട്രാ സർവീസ് ചാർജ് വേണ്ടി വരാം. എന്തായാലും നിങ്ങൾക്ക് ഒരു ചെറിയൊരു ട്രാവൽ ഏജൻസിക്ക് കിട്ടുന്ന, സാധാരണ ഒരു ട്രാവൽ ഏജൻസിക്ക് കിട്ടുന്ന അതേ റേറ്റിന്, B2B റേറ്റിന്, അതേ ബിസിനസ് ടു ബിസിനസ് റേറ്റിൽ, ഹോൾസെയിൽ റേറ്റ്, ആ റേറ്റിന് നിങ്ങൾക്ക് ആ സർവീസ് കിട്ടും. അതായത് നിങ്ങളുടെ സുഹൃത്തിനോ ബന്ധുക്കൾക്കോ സഹപ്രവർത്തകനോ ഉള്ള ആ ടിക്കറ്റും കാര്യങ്ങളും കിട്ടും. അതിലുള്ള ലാഭം മുഴുവനായിട്ട് നിങ്ങൾക്കായിരിക്കും. അപ്പോൾ കമ്പനിക്ക് എന്ത് ലാഭമാണെന്ന് നിങ്ങൾ ചോദിക്കും. കമ്പനി സംബന്ധിച്ചോളം ഇതൊരു B2B ബിസിനസ്സാണ്, ബിസിനസ് ടു ബിസിനസ്, അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹോൾസെയിൽ ബിസിനസ്. നമുക്ക് വോളിയം ആണ് നമ്മുടെ ലാഭം. അതായത് ഒരു ദിവസം എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നു എന്നാണ് നോക്കുക. എത്ര ടിക്കറ്റ് അടിച്ചു, അല്ലെങ്കിൽ എത്ര ടൂർ പാക്കേജ് ചെയ്തു നമ്മൾ ചെക്ക് ചെയ്യില്ല. പകരം എത്ര വോളിയം ബിസിനസ് നടന്നു, എത്ര ടേൺ ഓവർ നടന്നു, മാസത്തിൽ എത്ര നടന്നു, വർഷത്തിൽ എത്ര നടന്നു, അതിന്റെ മൊത്തം തുകയുടെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ ലാഭം. തീർന്നില്ല, ഈ ലാഭത്തിൽ നിന്ന് നിങ്ങളുടെ ഷെയറിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് എല്ലാ വർഷവും, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കമ്പനിയുടെ ഒരു വർഷത്തെ വാർഷിക ലാഭത്തിൽ നിന്ന് നിങ്ങളുടെ ഷെയർ എന്താണോ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ലാഭം നിങ്ങൾക്ക് തരും. അതായത് 2 തരത്തിലുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി തോന്നുന്നു. അതായത് കമ്പനിയുടെ ഹോൾസെയിൽ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിലേക്ക് നിങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ നിക്ഷേപകരെ സ്വീകരിച്ചിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ഒരു സഹായത്താൽ കമ്പനിയെ വളർത്തിക്കൊണ്ടുവരിക. ഇനി ഇതൊരു സ്വപ്നം ആയിട്ട് തോന്നുന്നുണ്ടോ, അതല്ലെങ്കിൽ ഒരു ബബിളായിട്ട് തോന്നുന്നുണ്ടോ? ഞങ്ങൾ 2021 മുതൽ, അതായത് കോവിഡിന് തൊട്ട് ശേഷം, 2ാമത്തെ 3ാമത്തെ വേവിന് ശേഷം മാർക്കറ്റ് ഓപ്പണായി വരുന്ന സമയത്ത് ഞങ്ങൾ പരീക്ഷിച്ച ഒരു പദ്ധതിയാണ് ഈ ഹലോ പാർട്ണർ പ്രോഗ്രാം. അന്നു മുതൽ ഈ 4-4.5 വർഷക്കാലമായിട്ട് ഞങ്ങൾ 100 ഏജന്റുമാർ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങൾ കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് ലാഭവിഹിതം നൽകുന്നു. അവർ കൊണ്ടുവരുന്ന ബിസിനസിന്റെ പ്രോഫിറ്റ് അപ്പോൾ തന്നെ നൽകുന്നു. വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ പദ്ധതി ഇനി വിപുലീകരിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ വർഷം, അതല്ലെങ്കിൽ ഇതിന്റെ മിക്കവാറും അവസാനത്തെ ഘട്ടം നിങ്ങൾക്ക് 500 ഷെയറുകൾ, 10,000 രൂപയുടെ 500 ഷെയറുകളാണ് ഇപ്പോൾ വിതരണത്തിന് വന്നിട്ടുള്ളത്. അതായത് ഒരാൾക്ക് 10,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ഇതിൽ നിക്ഷേപിക്കാം. ഒരു ഷെയർ മുതൽ 20 ഷെയർ വരെ ഒരാൾക്ക് എടുക്കാമെന്ന അർത്ഥം. ഒരു ഷെയറിന്റെ മൂല്യം കമ്പനിയുടെ മൊത്തം ഷെയർസിന്റെ 0.03% ആയിരിക്കും. അതായത് ഈ ഒരു ഡ്രൈവിലൂടെ നമ്മൾ 50 ലക്ഷം രൂപ സ്വരൂപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 50 ലക്ഷം രൂപ, അതായത് കമ്പനിയുടെ മൊത്തം ഓഹരികളുടെ 15% കണക്കാക്കപ്പെടുന്നത്. ഇനി ഈ 15% എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 8-9 വർഷം എടുക്കും നിങ്ങളെ നിക്ഷേപം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI 100% ആവാൻ വേണ്ടിയിട്ട് അത്രയും സമയം എടുക്കും. അത് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അത് കുറയ്ക്കാൻ വേണ്ടി, ആ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 30% റോയൽറ്റി കൂടി ഈ ഒരു നിക്ഷേപകർക്ക്
കമ്പനി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മുടക്ക് മുതലിന്റെ 100% തിരിച്ച് വരുന്നത് വരെ നിങ്ങളുടെ ഈ കമ്പനിയിലെ പങ്കാളിത്തം എന്ന് പറയുന്നത് 45% 15% ഓഹരി നിക്ഷേപവും 30% റോയൽറ്റിയും. അതായത് നിങ്ങൾ 10,000 രൂപ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ 10,000 രൂപ തിരിച്ചു കിട്ടുന്നത് വരെ 45% ഓഫ് ദി പ്രോഫിറ്റ് എവറി ഇയർ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനപ്പുറത്തേക്ക് വീണ്ടും 15% ആവും. പക്ഷെ ഈ 50 ലക്ഷം എന്ന വലിയ തുക വരുന്നതോടുകൂടി നമ്മുടെ ബിസിനസ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാസം 4 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ്, എല്ലാ ചെലവും കഴിച്ച് 4 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അറിയേണ്ടത് ഈ കമ്പനിക്ക് ഇനി ഒരു ഓഫീസ് ഇടാൻ അല്ലെങ്കിൽ ഓഫീസ് മോടി പിടിപ്പിക്കാൻ ഒരു പണത്തിന്റെ ആവശ്യമില്ല. സാലറി കൊടുക്കാൻ നമ്മൾ ബ്രേക്ക് ഈവൻ ആയ കമ്പനിയാണ്, ലാഭത്തിൽ പോകുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. നമുക്ക് ഇവിടെ പണം ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ മാർക്കറ്റിങ്ങിലാണ്. അതായത് നിങ്ങളുടെ പണം എങ്ങനെ ചെലവാക്കും എന്നാണ് പറയാൻ പോകുന്നത്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് പതിയെ പതിയെ ഉയർത്തിയിട്ട് അതിൽ നിന്നുള്ള വരുമാനം കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുക. അപ്പോൾ ബിസിനസ് കൂടുതൽ കിട്ടും, ടേൺ ഓവർ കൂടുതൽ കിട്ടും. പിന്നെ പുതിയ നിക്ഷേപകർ കൊണ്ടുവരുന്ന ബിസിനസ് അതും കമ്പനിയുടെ ലാഭം വർദ്ധിപ്പിക്കും. അങ്ങനെ നമുക്ക് 3 വർഷം കൊണ്ട് 4 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് എല്ലാം കഴിച്ച്, എല്ലാ ചെലവും കഴിച്ച്, വാടക, സാലറി, മറ്റു കോസ്റ്റുകൾ, മാർക്കറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം കഴിച്ച് 4 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിയായിട്ട് മാറ്റുക എന്നതാണ് ഈ ഒരു ഡ്രൈവിന്റെ ഉദ്ദേശം. ഇതിന് പുറമെ നമ്മൾ കൊച്ചിയിൽ കൂടി ഓഫീസ് ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എപ്പോഴെന്നല്ലേ, കൊച്ചിയിൽ മറ്റൊരു സബ്സിഡറി കമ്പനി ആയിട്ടാണ് തുടങ്ങുന്നത്. ഈ പാരന്റ് കമ്പനിക്ക് 70% ഓഹരികളുള്ള ഒരു സബ്സിഡറി കമ്പനി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കൊച്ചിയിലെ കമ്പനിയിലും ഷെയറുകൾ ലഭിക്കും എന്നർത്ഥം. പ്രത്യേകിച്ചൊരു നിക്ഷേപം അധികം ഇല്ലാതെ. അതിനകത്ത് കൊച്ചിയിലെ ഓഫീസ് തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, കൊച്ചി നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റിന്റെ ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ്. അപ്പോൾ കോഴിക്കോട് നിലവിലുള്ള ഓഫീസിന് കൂടാതെ കൊച്ചി കൂടി ഇടുമ്പോൾ നമുക്കൊരു പാൻ കേരള ബ്രാൻഡ് ഇമേജ് ലഭിക്കും. മാത്രമല്ല ഏതാനും സർവീസസുകളുണ്ട്. നമ്മുടെ ദുബായ് ജോബ് സീക്കേഴ്സ് പാക്കേജ്, അതായത് ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് താമസവും ഭക്ഷണവും ഒക്കെ ഒരുക്കുന്ന നമ്മുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള നമ്മളൊരു പൈലറ്റ് പാക്കേജ് ഉണ്ട്. അതിൽ നിന്നുള്ള കുറേ എൻക്വയറീസ് തെക്കൻ കേരളത്തിൽ കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയുള്ള ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെ ടാക്കിൾ ചെയ്യാം. അത്രയും ബിസിനസ്സിനെ ഡബിൾ ചെയ്യാം. ആ ഒരു ബിസിനസ്സിനെ നമുക്ക് ഡബിൾ ചെയ്യാൻ സാധിക്കും കൊച്ചിയിൽ ഓഫീസ് ഇടുന്നതുകൊണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിൽ ടൂർ പാക്കേജിന്റെ ബന്ധപ്പെട്ടുള്ള ബിസിനസ് അത്യാവശ്യം കോഴിക്കോടിനേക്കാൾ ശക്തമായിട്ട് നടക്കുന്ന ഒരു മേഖലയാണ്, ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ചുകൂടി ടൂറിസം പാക്കേജിൽ, അതായത് ടൂർ പാക്കേജസിൽ കുറച്ചും കൂടി നോളജ് ഉള്ള, കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ കമ്പനിക്ക് എല്ലാ തരത്തിലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മൂവാണ് കൊച്ചിയിലെ ഓഫീസ്. അതുകൂടെ ഈ ഒരു 3 വർഷത്തെ നമ്മുടെ പദ്ധതിയിലുണ്ട്. ഈ 2 ഓഫീസുകൾ നിലവിൽ വന്നതിന് ശേഷം, എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ മറ്റുള്ള ബ്രാഞ്ചസ്, അതായത് കണ്ണൂർ പോലുള്ള, തിരുവനന്തപുരം പോലുള്ള കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ കൂടി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ 2 ബ്രാഞ്ചസ് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഇതിന് നമ്മൾ ഉദ്ദേശിച്ച 4 ലക്ഷം രൂപ ഒരു മാസം അച്ചീവ് ചെയ്യുക എന്നുള്ള ആ ടാർഗറ്റ് എത്തുന്ന വരെയും അത്തരം ആലോചനകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹലോ പാർട്ണർ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ ഒപ്പം ഗ്രോ ചെയ്യാനും താല്പര്യമുള്ള ആളുകളെ ദയവായിട്ട് ഞങ്ങളെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസോ മറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാട്സപ്പ് ചാറ്റിൽ ചോദിക്കാവുന്നതാണ്.